ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിൽ കാണുന്ന ഫുള്ളൊരു താമരയുടെ ഫുള്ളൊരു പാടം പോലെയാണ്. ഇതൊന്നും നിൽക്കാൻ പോലും പറ്റുള്ള ഫുള്ള് വെയിലാണ്. എത്ര വെയിലാണ് ഇവിടെ, ഒന്നും നിൽക്കാൻ പോലും പറ്റുള്ള. അതുമാത്രല്ല നല്ല അടിപൊളി കാറ്റാണ്. വെയിൽ നല്ല അസല് കാറ്റും. എന്തൊരു കാറ്റാണെന്നറിയോ, പറന്നു നമ്മൾ പിടിച്ചവിടെ നിന്നില്ലെങ്കിൽ ജാതി കാറ്റി ഒരു രക്ഷയില്ലാതെ കേട്ടോ. ഇതൊക്കെ അതൊക്കെ അങ്ങനെണ്ടാ. പാടമുണ്ട് ഇവിടെ ഫുള്ള് താമര. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വഞ്ചി ചേട്ടൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് വഞ്ചിയിൽ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ചോദിക്കാൻ പോയേക്കാണ്ടോ. അപ്പോൾ ആ ചേട്ടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതേ വഞ്ചി അവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നൈസായിട്ട് വഞ്ചി കയറാം കേട്ടോ. നമ്മളിപ്പോൾ കയറാൻ പോണ വഞ്ചിയിൽ. You can show me. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down, down, let me down, down, let me down, let me down, down, let me down, down, let me down. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. And I can't stop myself from falling. 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 Could you find a way to let me down slowly? A little sympathy, I hope you can show me. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down, down, let me down, down, let me down, let me down, down, let me down, down, let me. ഫ്രണ്ട്സ്, നമ്മൾ താമര പൊട്ടിച്ചു കേട്ടോ. ഒരു താമര എൻ്റെ അച്ഛൻ പൊട്ടിച്ചു. ഇനി വേറൊരു താമര എനിക്ക് കൂടി പൊട്ടിക്കണം. അപ്പോൾ നമ്മളതേ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ താമരയൊന്നും കണ്ടില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ അപ്പോൾ അതേ സൈഡിൽ ഒരെണ്ണം കാണുന്നുണ്ട്. അത് അത്ര വിടർന്നിട്ടൊന്നുമില്ല. നല്ല അത് പൊട്ടിക്കാൻ പോകാൻ കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കാം. അപ്പോൾ കുറച്ചുകൂടി തിളക്ക സെറ്റായി വിടർന്ന് വരും. അപ്പോൾ അതേ ഞാൻ അതും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ ഒരെണ്ണം കൂടി പൊട്ടിക്കണം. അതെൻ്റെ അമ്മയാണ്ട്ടോ പൊട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊട്ടിക്കും. ഇതേ സംഭവം നമ്മളിത് പൊട്ടിക്കാൻ പോകണ്ട. വീഴാണ്ട് നോക്കണം. വഞ്ചി ചിലപ്പോൾ ചെരിയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവം. ഫ്രണ്ട്സ്, സംഭവം അടിപൊളിയാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ വന്ന സമയം ഇത്തിരി മാറിപ്പോയെന്നുള്ളൂ. അതായത് നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ വന്ന സമയം അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പം ആ ചേട്ടൻ വഞ്ചി ഇത്തിരി വെയിൽ കുറഞ്ഞ സൈഡിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. ശരിക്കും ഇത് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അടിപൊളി വെയിലൊക്കെയാണ്. വൈകുന്നേരമൊക്കെ വന്നാൽ സൂപ്പറായിരിക്കും. പക്ഷേ വൈകുന്നേരം നല്ലോണം ആൾക്കാരുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം രാവിലെ ആ ടൈമിലൊക്കെ വന്നത് കേട്ടോ.
ഫ്രണ്ട്സ് ഇവിടെ ഒരു അടിപൊളി താമര വിടർന്ന് കണ്ടിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, സൂപ്പർ സംഭവം. അതിൻ്റെ സൈഡിലെ കുറേ മൊട്ടും കുറേ മേലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്തായാലും വിടരും. ഇവിടെ കല്യാണ ഷൂട്ടിനും പിന്നെ താമരക്കൊക്കെ പറിക്കാനും കുറേ ആൾക്കാരൊക്കെ വരും. ഇതുപോലെ നമ്മൾ വന്ന സമയം ഇത്തിരി നല്ല സമയമായി പോയി, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ചറപ്പറ നിറച്ച ആൾക്കാരാണ്. ഇവിടെ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ ഇതുപോലത്തെ താമരപ്പാടങ്ങളുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് നമ്മൾ പതുക്കയിലേക്ക് ഇറങ്ങാൻ പോകണ്ട. അപ്പോൾ വഞ്ചി മറിയൊന്നും ചെറിയൊരു പേടിയുണ്ട്. എന്നാലും നമ്മൾ കാലെടുത്ത് വെച്ചു. അടിപൊളി സംഭവം, അടിപൊളി ചെളിയാണ്ട് അടിയിൽ സംഭവം. വലിയ കുഴപ്പമൊന്നുമില്ല, നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇവിടെ അധികം ആഴമൊന്നുമില്ല കേട്ടോ, താമരയൊക്കെയാണ്. വഞ്ചിയൊക്കെ പോകാനുള്ള ആഴമൊക്കെ ഉള്ളൂ, അത്ര വലിയ രീതിക്ക് ആഴമൊന്നുമില്ല. ആ വഞ്ചിയൊക്കെ വലിച്ചു നോക്കാണ്, അടിപൊളിയാണ്. വെയിൽ കാരണം വേർത്ത് കുളിച്ച് കേട്ടോ, ആ കൂടി വയ്യാണ്ടായി. നല്ല വെയിലും, പക്ഷേ ഇവിടുന്ന് പോകാനും പറ്റില്ല. ഇത്ര അടിപൊളി സ്ഥലം. പക്ഷേ വൈകുന്നേരം വരികയാണെങ്കിൽ കുറേ ആൾക്കാരും ഉണ്ടാവും. വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഇത്രയും ചെളിയിൽ ഇറങ്ങണത്. ഇത്ര നേരം വഞ്ചിയിലൊക്കെ നേരെ ചെളിയിൽ ഇറങ്ങി ഇത്രയും താമരയുടെ ഇടയിൽ കൂടെ നമ്മൾ ചെളി കൂടെ ഇറങ്ങണം. വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെളി കൂടെ നടക്കണോണ്ട് കാല് നമ്മൾ എടുത്തു വെക്കാൻ നല്ല രീതിക്ക് പാടുണ്ട്, കാല് താന്ന് പോകുമ്പോൾ. പിന്നെ പെട്ടെന്ന് കാല് നീക്കി കഴിഞ്ഞാൽ താമരയുടെ ആ തണ്ടുമ്പോൾ ചെറിയ രീതിക്കൊരു ഷാർപ്പ് പോലത്തെ സംഭവം, ചെറിയ രീതിക്കൊരു മുള്ളു പോലെ. അപ്പോൾ അത് കൊള്ളുമ്പോൾ കാലിൻ്റെ സൈഡിലൊക്കെ വേനെടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ വേണം നമ്മൾ നടക്കാൻ. ചെളി കൂടിയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ാട്ടോ നമ്മള് താമരയുടെ കുളത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മൾ ചെളി കൂടെ നടക്കുകയാണ് സംഭവം. ഈ സംഭവം അടിപൊളിയാണ്. ഇപ്പൊ ഇവിടെ ഫുള്ള് താമരയാണ്ടാ. അപ്പൊ ഫ്രണ്ട്സ് ഒരു അടിപൊളി കാറ്റും കൂടി ഒന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ താമരപ്പാടത്തിൻ്റെ ഇടയ്ക്കുള്ള വഞ്ചിക്കൂടെയുള്ള യാത്രയും നമ്മൾ ഇറങ്ങി പൊട്ടിച്ചതൊക്കെ കഴിഞ്ഞു. നമ്മളപ്പോൾ അതേ തിരിച്ചു പോകാം കേട്ടോ. സംഭവം വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വന്ന സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത്രയും വരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഫോർ വാച്ചിങ്.